ഹലോ എവ്രി വൺ. നാം പി എസ് സി പഠനത്തിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ചെയ്യാൻ ഉള്ള സീരീസ് ആണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021-24 കാലയളവിൽ പി എസ് സി നടത്തിയ 10ാം ക്ലാസ് തരത്തിലുള്ള, അതേപോലെ 12th ലെവലിലുള്ള, അതുപോലെ ഡിഗ്രി തലത്തിലുള്ള ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താണ്? കെ ആർ സച്ചിദാനന്ദൻ എന്നാണ്. ഓക്കെ. കോട്ടയത്തെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എവിടെയാ? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ. ഓക്കെ, ഇത് എലിമിനേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് കംപ്ലീറ്റ് അല്ല. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അച്ചൽ മിശ്ര. ഓക്കെ. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനാഘോഷം. ഓക്കെ, ജനുവരി 12. ഓക്കെ. ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ലക്നൌവില്. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ലേ ആണ്. ഓക്കെ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക് പാണ്ഡെ. ഓക്കെ. ചുവടെ ചേർത്തിട്ടുള്ളതിൽ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. അപ്പൊ ഫ്രാൻസ്, ഈജിപ്ത്, ഇറാൻ ഒക്കെ ഇന്ത്യയെക്കാൾ ചെറുതാണ്. ബ്രസീൽ പക്ഷെ ഇന്ത്യയെക്കാൾ വലുതാണ്. ഓക്കെ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8.4 നോർത്ത് ടു 3.76 നോർത്ത്. ഓക്കെ. 8.4 മിനിറ്റ് നോർത്ത് ടു 37.6 ഡിഗ്രി നോർത്ത്. ഓക്കെ. 2 നോർത്താണ്. 84 നോർത്ത്, 376 നോർത്ത്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. കൊടൈക്കനാലാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? നർമ്മദ. അപ്പൊ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി. ഉൾപ്പെടാത്തത് നർമ്മദ ഉൾപ്പെടുന്നില്ല കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ് ലേ എയർപോർട്ട്. ഓക്കെ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി. ഓക്കെ. അറബിയാണ് മൺസൂൺ. ഓക്കെ. കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്ന് പറയുന്നത് കാറ്റാണ്. ഓക്കെ. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. കാസിരംഗ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമ. അടുത്തത്, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്നാണ്? 1858. അതായത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത വർഷമാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. അടുത്തത്, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? അതെന്നായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സിന്റെ കാലത്തായിരുന്നു ബനാറസ് ട്രീറ്റി ഒപ്പുവെച്ചത്. വാറൻ ഹാസ്റ്റിങ്സ്. ഓക്കെ. വാറൻ ഹാസ്റ്റിങ്സ് അല്ലേ നമ്മുടെ
ഗവർണർ ഓഫ് ബംഗാള്, ആദ്യ ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാ? ബ്രഹ്മസമാജാണ്, ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ചത് 1815 ആത്മീയ സഭ 1815. ആത്മീയ സഭ ആരുടെയാണ്? രാജാറാം മോഹൻ റോയിന്റെ അല്ലേ? 1816 എന്നാണ് ഗൂഗിൾ കൊടുക്കുക. സോറി, 1815 തന്നെയാണ്. ആത്മീയ സഭ വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ 1815 ഇൻ കൊൽക്കത്ത. ഓക്കെ. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. മലയാളി അല്ല. നമ്മൾ വിചാരിക്കും കെ കേളപ്പനാകാരി, പക്ഷേ അല്ല. അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 അല്ലേ? ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 24th അമെന്റ്മെന്റ്. ഓക്കെ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയാണ്, 44th അമെന്റ്മെന്റ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്, അനുച്ഛേദം 16. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993, 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനും അതേപോലെ മെമ്പേഴ്സിനും അപ്പോയിന്റ് ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ട് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഇല്ല. അപ്പൊ ആരൊക്കെയാ ഉള്ളത്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അതേപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, അതേപോലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? അലോക് റവാത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. ഓക്കെ. കുണ്ടറ വിളംബരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേലുത്തമ്പി ദളവ. ഓക്കെ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? കൈത്തറി. തനിമ, കൃതിക, കൈത്തറി റിലേറ്റഡ് ആണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്, നീണ്ടകരയില്.
KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഡിണ്ടിഗൽ ടു കൊല്ലം. ഓക്കെ, 183. ദേശീയപാത NH 183, ഡിണ്ടിഗൽ ടു കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി കേരളത്തിലെ വിവേകാനന്ദൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. എവിടെ വെച്ചിട്ടാണ്? വെങ്ങാനൂര്. എന്നായിരുന്നു? 1909. ഓക്കെ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. തലശ്ശേരി. എവിടെ നിന്നുള്ള? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഓക്കെ. ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു? ആറ്റിങ്ങൽ റിവോൾട്ട് എന്നായിരുന്നു? ആറ്റിങ്ങൽ റിവോൾട്ട് in 1721 1721 was a massacre of 140 East India Company soldiers by native Indians, followed by a siege of Fort Ingengo. It is considered the first organized revolt against British authority in Malabar, Cochin, Travancore and India. Okay. അടുത്തത്, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നായിരുന്നു? 1797. 1721 ആറ്റിങ്ങൽ കലാപം. 1797 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചു. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവം ഈസ് റിലേറ്റഡ് ടു പുരളിമല. ഓക്കെ. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളില്. കരളില്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. ബയോട്ടിൻ ഈസ് നോൺ ആസ് വൈറ്റമിൻ H. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ. സെഹദ് ടെലിമെഡിസിൻ പ്രോജക്ട്. ഓക്കെ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഇലക്ട്രോൺസ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് ഭാവിയിലെ ഇന്ധനം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓക്സിജൻ. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ. അപ്പൊ സാധിക്കുന്നത് ഏതൊക്കെയാ? നൈട്രജൻ, ക്ലോറിൻ, സൾഫർ. ഓക്കെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി, ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7.
ഒരു ന്യൂട്ടൺ N ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. 400-നും 1100-നും ഇടയ്ക്ക് 6ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 117. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക ഇനി മാത്സിൽ. ഓക്കെ, താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. ഓക്കെ, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. ഓക്കെ, ഏറ്റവും വലുത് ഏത്? 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. അഞ്ചാമന്റെ വയസ്സ് എത്ര? ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഓക്കെ, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എത്ര? പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര? ഓക്കെ, ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏത്? ഓക്കെ, ഇക്വലന്റ്. ഇക്വലന്റുമായി ബന്ധമില്ല. ഇക്വലന്റ് ഇക്വിറ്റിയുമായി ബന്ധമില്ല. ഇക്വലന്റ് ഇക്വിറ്റിയുമായി ബന്ധമില്ല. പക്ഷെ ഇക്വലന്റ്, ഈക്വൽ, ടെയില്, ലെൻഡ് ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇക്വലന്റ്, ഈക്വൽ, ടെയില്, ലെൻഡ് ഇവയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇക്വിറ്റി എന്താണ് നോക്കാം. Equity meaning the quality of being fair and impartial. The value of the shares issued by a company. The value of a mortgage property after deduction of charges against it. അപ്പോ ലെൻഡർ. ഓക്കെ, ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി വൃക്കകൾ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? അൽനിക്കോ. ബാക്കി ഓഡ് വൺ ഔട്ടാണ് അൽനിക്കോ. ബാക്കിയെല്ലാം ചെമ്പ്, അലൂമിനിയം, ഇരുമ്പ്. ഓക്കെ, 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക്, ഇത് റീസണിംഗ് ആണ് ക്വസ്റ്റ്യൻസ്, റീസണിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര? 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥന്റെ റാങ്ക് എത്ര? സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിലാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.